ിലേക്കാണ്. അന്തരിച്ച ലിബിയൻ നേതാവ് മുഅമ്മർ ഗദ്ദാഫിയുടെ മകൻ സൈഫുൽ ഇസ്ലാം ഗദ്ദാഫി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. സൈഫിന്റെ അഭിഭാഷകനും കുടുംബാംഗങ്ങളും മരണവിവരം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്തർദേശീയ തലത്തിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. MCA നാസർ അതിന്റെ വിശദാംശങ്ങൾ നൽകും. MCA, സൈഫുൽ ഇസ്ലാം ഗദ്ദാഫി കൊല്ലപ്പെട്ടു എന്നിപ്പോൾ ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയായിരുന്നു ഈ ആക്രമണം? എത്ര കണ്ട് അന്തർദേശീയ പ്രാധാന്യമുള്ള ഒരു അസാസിനേഷനാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണിത്? MCA സൈഫു, ഇന്നലെ അർദ്ധരാത്രിയാണ് 4 സായുധധാരികൾ സിന്ധാനിലുള്ള സൈഫുൽ ഇസ്ലാമിന്റെ വസതിയിൽ അതിക്രമിച്ച് കടക്കുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തത്. ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സർക്കാർ വൃത്തങ്ങളും ഇതിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല, ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണത്തിനും ലിബിയൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. സൈഫുൽ ഇസ്ലാം 2011 ഈ ഗദ്ദാഫി പൂർണ്ണമായിട്ടും അധികാരഭ്രഷ്ടനാക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തിരുന്ന ആ ഒരു സാഹചര്യത്തിൽ തുടർന്ന് അധികാരത്തിൽ വരാൻ വലിയ സാധ്യത കൽപ്പിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ജനകീയ പ്രക്ഷോഭം ഈ ഗദ്ദാഫി ഭരണകൂടത്തെ പൂർണ്ണമായിട്ടും പിടിതെറിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. 2011 അറസ്റ്റിലായ സൈഫുൽ ഇസ്ലാം ഗദ്ദാഫി പിന്നീട് 2017 പൊതുമാപ്പ് സർക്കാർ നൽകിയതിനെ തുടർന്നാണ് വിട്ടയക്കപ്പെടുന്നത്. പിന്നെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ വലിയ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ഒരു പരിഷ്കരണവാദി എന്ന അർത്ഥത്തിൽ കൂടിയാണ് സൈഫുൽ ഇസ്ലാം അറിയപ്പെടുന്നത്. 2021 ലിബിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സൈഫുൽ ഗദ്ദാഫി ശ്രമം നടത്തിയിരുന്നു. പക്ഷേ മുമ്പുള്ള അദ്ദേഹത്തിന്റെ ഗദ്ദാഫിയുടെ ഭരണകാലത്ത് നടന്ന ചെയ്തികളിൽ സൈഫുൽ ഇസ്ലാമിനും പങ്കുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് നിയമപരമായിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കുകയായിരുന്നു. പിന്നീടും വളരെ സജീവമായി തന്നെ തന്റെ ഇടപെടലുകൾ രാഷ്ട്രീയത്തിൽ നടത്താനുള്ള ശ്രമങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും സൈഫുൽ ഇസ്ലാം നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു കൊലയ്ക്ക് എന്താണ് പൊടുന്നതിനുണ്ടായ കാരണം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഈ ഗദ്ദാഫിയുടെ തലമുറയെ പൂർണ്ണമായിട്ടും വിഭാടനം ചെയ്യണം ഈ രാഷ്ട്രീയത്തിൽ നിന്നും ലിബിയയിൽ നിന്നും എന്ന കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണത്തോട് നടന്ന ഒരു കൊലപാതകം തന്നെയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ട്രിപ്പോളിയിൽ നിന്ന് 136 കിലോമീറ്റർ അകലെ സിന്ധാനിൽ അവിടുത്തെ വസതിയിൽ വെച്ചുകൊണ്ടാണ് സൈഫുൽ ഇസ്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ലിബിയയിലെ ആ ഗദ്ദാഫിയുടെ ഒരു ജനറേഷന്റെ തലമുറയുടെ ഒരു തുടർച്ച കൂടിയാണ്. ഒരുപക്ഷെ കൂടുതൽ ശക്തമായിട്ട് ഭാവിയിൽ തിരിച്ചു വരാൻ സാധ്യത കൽപ്പിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു സൈഫുൽ ഇസ്ലാം ഗദ്ദാഫി. അത് എങ്ങനെയാണ് നിലവിലെ ഈ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളെ, ലിബിയയിലെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളെ സ്വാധീനിക്കുക? കാര്യം ആഭ്യന്തര കലഹമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലൊരു ഇമ്പാക്റ്റ് ആണ് ഈ ഒരു മരണം അല്ലെങ്കിൽ ഒരു കൊലപാതകം ഉണ്ടാക്കുക? വലിയ തോതിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് വിലയിരുത്തുക സാധ്യമല്ല. കാരണം 2011 ഗദ്ദാഫി ഭരണകൂടത്തെ പൂർണ്ണമായിട്ടും ജനകീയ പ്രക്ഷോഭത്തിലൂടെ പിഴുതെറിയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ സൈഫുൽ ഇസ്ലാം ഗദ്ദാഫിക്ക് വലിയ തോതിലുള്ളൊരു തൻ്റേതായിട്ടുള്ളൊരു അനുയായി വൃന്ദമുണ്ട്. പക്ഷേ നിലവിലുള്ള ഒരു ലിബിയൻ ഈ ജനകീയ ഒരു ഭരണം വന്നതിന് ശേഷം വലിയ തോതിലുള്ളൊരു സ്വാധീനം ഭരണത്തിലോ മറ്റോ ചെലുത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഭാവിയിൽ തിരിച്ചു വരാവുന്ന ഒരു വലിയ ഒരു ജനകീയ പിന്തുണയൊന്നുമില്ല. പക്ഷേ ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ, കാരണം അദ്ദേഹത്തിന്റെ സ്വാധീനം വിപുലപ്പെടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇടയ്ക്കൊക്കെ പുറത്തു വന്നിരുന്നു. കാരണം വലിയ തോതിലുള്ള ഈ പടിഞ്ഞാറൻ വിദ്യാഭ്യാസം കൂടി ലഭിച്ചതുകൊണ്ട് ഈ പരിഷ്കരണവാദി എന്ന നിലയ്ക്ക് അന്തർദേശീയ തലത്തിലും മറ്റും അറിയപ്പെടാനുള്ള ഒരു ശ്രമം സൈഫുൽ ഇസ്ലാം ഗദ്ദാഫി നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടുകൾ കുറെ കൂടി പുരോഗമനപരമായിട്ടാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. അപ്പൊ നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭാവിയിൽ സൈഫുൽ ഇസ്ലാം ഗദ്ദാഫി ലിബിയൻ ജനത അദ്ദേഹത്തെ സ്വീകരിക്കുമാർ അദ്ദേഹത്തിന്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്നോ എന്ന ഒരു ആശങ്ക ആയിരിക്കണം ഒരുപക്ഷെ ഈ സംശയാസ്പദമായിട്ടുള്ള ഒരു കൊലയ്ക്ക് അവസരം ഒരുക്കിയത്. എന്തായാലും ഈ 4 കൊലയാളികൾ ചേർന്ന് വളരെ ആസൂത്രിതമായിട്ടാണ് ഈ കൊല നടത്തിയിരിക്കുന്നത്. കാരണം ഈ വീട്ടിന്റെ CCTV സംവിധാനങ്ങൾ ആദ്യം തന്നെ പൂർണ്ണമായിട്ടും വിച്ഛേദിച്ചതിനു ശേഷമാണ് ഈ കൊലയാളികൾ ഇവിടെ വരികയും സിന്ധാനിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് സൈഫുൽ ഗദ്ദാഫിയെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അനുയായികൾ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചെറിയ ചില ഫോറങ്ങളൊക്കെ ഉണ്ട്. അവർ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം, സ്വതന്ത്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നാസറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ലിബിയ എപ്പോഴും ഒരു രാഷ്ട്രീയ അസ്ഥിരതയിൽ നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അവിടെ ഇത്തരം അസാസിനേഷനുകൾ, കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അതിന്റെ ഒരു ആഭ്യന്തര